കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാവാം. വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ കൂടെയുണ്ട്. പൂർത്തി വരുത്തുന്നവൻ നമ്മുടെ ദൈവമാണ്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവം. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്നവൻ, ആഴിയിൽ വഴിയൊരുക്കുന്നവൻ. കിണറ് ആഴമുള്ളത് ശമരിയാക്കാരി സ്ത്രീ യേശുവിനോട് പറയുക, കോരിത്തരാൻ അങ്ങയ്ക്ക് പാത്രമില്ലല്ലോ. ഒരു പ്രോസസ്സിങ്ങുമില്ലാതെ ആഴത്തിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഉയർന്നിരിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. സർവശക്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ്റെ മുമ്പാകെയാണ് നാം കുമ്പിടുന്നത്. എല്ലാ മുട്ടും മടങ്ങുന്നില്ല, നാവും പുകഴുന്ന ശ്രേഷ്ഠനാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്നു, അവർ ആശ്രയിച്ചു, ദൈവം അവരെ വിടുവിച്ചു എങ്കിൽ ഇന്ന് പകലിലും നമ്മളെ വിടുവിക്കുന്ന, കാത്തിരിക്കുന്നവരെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, നീതിയോടെ നടത്തുന്ന, ന്യായം നടത്തുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കാം. പുരാതനായ ദൈവമാണ് നമ്മുടെ ദൈവം. കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ആ ഭുജത്തിൽ നമ്മളെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്നും തൻ്റെ ജനം അറിയാതിരിക്കരുത്. അവിടുന്ന് വിളിച്ചു പറഞ്ഞ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. പ്രിയരെ, ഇന്ന് പകലിലും നമ്മുടെ മധ്യേ ഒരുവനുണ്ട്. ലജ്ജിപ്പിക്കാത്തവൻ, തലകുനിപ്പിക്കപ്പെടാൻ അനുവദിക്കാത്തവൻ, തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവൻ. അതിമഹത്തായ പ്രതിഫലം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകും. ഇന്നും ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിച്ചാൽ ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം അനുകൂലമായി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? സ്തോത്രം. ഇന്ന് പകൽ ഈ ശബ്ദം നിങ്ങളുടെ അകത്തളങ്ങൾ മുഴക്കട്ടെ. പരിശുദ്ധാത്മാവ്, ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും. സങ്കീർണമായ വിഷയം, കോംപ്ലിക്കേറ്റഡായ വിഷയം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, മാറാത്ത വിഷയം, മറക്കാൻ പറ്റാത്ത വിഷയം, ഇന്നു പകൽ പ്രവർത്തിക്കുന്ന, ആ വിഷയത്തിന്മേൽ ഇടപെടുന്ന, സൗഖ്യമാക്കുന്ന, തുറക്കുന്ന, പുറപ്പെടുവിക്കുന്ന, പുറത്ത് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയോർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. അവങ്കിൽ ഇന്ന് പകൽ നമ്മുടെ വിഷയങ്ങൾ പരമേൽപ്പിക്കാം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. വെക്കാൻ തയ്യാറാണെങ്കിൽ പുലർത്താനും നടത്താനും പരിഹരിക്കാനും പാരമ്യത്തിലെത്തിയ വിഷയത്തെ പ്രാർത്ഥനയാൽ നമുക്കതിനെ സ്വായത്തമാക്കാൻ ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എല്ലാ ദിവസവും ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ കോട്ടകൾ ഇടിയപ്പെടുകയാണ്.
എരിഹോവിൻ്റെ വ്യാപാരങ്ങൾ തകരുകയാണ്. മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന, പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം അതിനെ പൊട്ടിച്ചുകൊണ്ട് വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 6-ാമത് വാക്യം. അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു. യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കണം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പറഞ്ഞു പുറത്തു വന്ന് ജനത്തെ ആസ്വദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. ദൂത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറിവാക്യം 6-ാം വാക്യമാണ്. അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന്. സമാധാന യാഗത്തിനായി അവരോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഇരുളും മാറും, വലിയ വെളിച്ചം വെളിപ്പെട്ടു വരും. ചെയ്യേണ്ട കാര്യം ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും അവിടുന്ന് കൽപ്പിച്ചതുപോലെ ചെയ്യാനും, കൽപ്പിച്ചതുപോലെ ചെയ്താൽ കാനാവിൽ ഇറങ്ങിയ ദൈവ മഹത്വം ഈ പകൽ നിങ്ങളുടെ ശരീരത്തിലും കുടുംബത്തിലും ഇറങ്ങി വരും. അക്ഷരാർത്ഥത്തിൽ അതാത്മാവിൽ കാണത്തക്ക രീതിയിൽ ദൈവം ചില അടയാളം ചെയ്യാൻ പോകുകയാണ്. ഏത് വിഷയമാകട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന, കൂട്ടിയാലോചിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില സബ്ജക്റ്റിനെ നോക്കി അവിടുത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവം പറയുന്നത് പോലെ നോക്കൂ. ദൈവം കൽപ്പിച്ചതുപോലെ അബ്രഹാം ചെയ്തു. കൽപ്പിച്ചത് അത്ര ഇഷ്ടമുള്ള കാര്യമാവില്ല, അല്ലേ? അംഗീകരിക്കാൻ പറ്റുന്നതാവില്ല. തൻ്റെ ഏകജാതനായ മകനെ, താൻ സ്നേഹിക്കുന്ന മകനെ തന്നെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അത് ഒരു അപ്പനും അംഗീകരിക്കാം. പക്ഷേ അബ്രഹാമിനറിയാം തന്നോട് പറഞ്ഞ ദൈവം ആരാണ്, ദൈവത്തിനറിയാം അബ്രഹാം ആരാണ്. അങ്ങനെ അബ്രഹാം കൽപ്പിച്ചതുപോലെ മോറിയ ദേശത്തെ മലയിൽ ചെന്ന് യാഗം കഴിക്കാൻ തയ്യാറായപ്പോൾ ദൈവം പറയും, നീ അത് ചെയ്തത് കൊണ്ട്, നീ ഈ കാര്യം ചെയ്തത് കൊണ്ട്, നീ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി, നിന്നെ മാത്രമല്ല നിൻ്റെ ജനറേഷനെയും ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാകും. ദൈവം നിന്നെ കരം പിടിച്ചു നടത്തും. നീ ചെല്ലുന്നിടത്ത് അനുഗ്രഹമുണ്ടാകും. നീ നെടുകയും കുറുകയും നടക്കുമ്പോൾ ആ കാൽ വെച്ചതെല്ലാം ഞാൻ നിനക്ക് നൽകും. ചെയ്യേണ്ടത് ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ എത്ര പേർ തയ്യാറുണ്ട്? ഇന്നൊരു തീരുമാനമെടുക്കണം. യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ചെയ്യും. ചെയ്താൽ ദൈവത്തിൻ്റെ തേജസ് ഞങ്ങൾക്ക് പ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ തേജസ് ഞങ്ങൾക്ക് പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് പ്രത്യക്ഷമാകണമോ? ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ, ആഴമായി ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽ കൈവിട്ടു പോയ വിഷയങ്ങൾ, നടക്കാത്ത വിഷയം, പ്രിയ സഹോദര സഹോദരി, നിന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നില്ല? പക്ഷേ നിങ്ങൾ ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കൂ. സക്രിയാവേ, നിനക്ക് ദൈവത്തിൻ്റെ പ്രത്യക്ഷത വന്നതുപോലെ, അസാധ്യങ്ങൾ സാധ്യമായതുപോലെ, മറിയ പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ ദാസിയ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തി ആ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നതുപോലെ ഈ പകൽ ചില കുടുംബങ്ങളുടെ മേൽ, സന്താനങ്ങളുടെ മേൽ, ദൈവസഭകളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ നയിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം
പ്രാപിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ ശക്തിയുടെ വ്യാപാരം പ്രാർത്ഥന മുറിക്കകത്ത് ദൈവിക ഇടപെടി ഇന്നു പകൽ മുതൽ ഉണ്ടാകട്ടെ. ഓവർ നടക്കുമ്പോൾ സംഭവിക്കട്ടെ. അടഞ്ഞ ഡോർ ഓപ്പൺ ആകട്ടെ. ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി ഇരുളിൻ്റെ വ്യാപാരം ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. സന്താനങ്ങൾ ആത്മാവിൽ ശക്തരാകട്ടെ, സമ്പന്നരാകട്ടെ. അവരെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പിതാവ് അങ്ങ് പൊട്ടിച്ചെറിഞ്ഞിരിക്കയാൽ സ്തോത്രം. സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരവും ലഭിച്ച നസറേനായ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തേജസ് ഞങ്ങളുടെ മേൽ ഉദിക്കുമ്പോൾ അന്ധകാരം ഭൂമിയെ കൂരിട്ട് ചതിയ ശക്തികളെ മൂടുമ്പോൾ ഞങ്ങളുടെ മേൽ ഉദിക്കുന്ന ദൈവ തേജസ് ഉദിച്ചാൽ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ മൂവ് ചെയ്യും, ഞങ്ങൾ ആത്മാവിൽ കുതിക്കും. ഇന്ന് പകലത് സംഭവിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്തി. ദൈവിക സാന്നിധ്യത്തിൻ്റെ മോശ പറഞ്ഞതുപോലെ അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് കാണണം. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ എല്ലാ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അങ്ങയുടെ മഹത്വമുള്ള പൂജം അനുകൂലമായിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ചെയ്യൂ. അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.